Hi, hello, welcome to IAS Factors Turbo Current Affairs for UPSC 2026. നമ്മുടെ അഞ്ചാമത്തെ ക്ലാസ് ആണിത്. ഇത് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. നമ്മുടെ ആദ്യത്തെ സെഷനാണ് നമ്മൾ ഇന്ന് സയൻസ് ആൻഡ് ടെക്നോളജി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെയിം അപ്രോച്ച്, എവറിഥിങ് ഇസ് സെയിം. ദ തീം റേഡിയസ് അപ്രോച്ച്, മാക്സിമം തീംസ് കവർ ചെയ്യാന്നുള്ളതാണ്. വിത്ത് മീ അർജുൻ ആർ ശങ്കർ. റീഡ് മോർ അബൌട്ട് മീ ആൻഡ് നമുക്ക് 100% കവർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ടർബോ നോട്ട്സ് ഒക്കെ നിങ്ങൾ വായിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ മാക്സിമം പോയിന്റ്സ് ഇതിൽ തന്നെ നമുക്ക് മാക്സിമം കവർ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. സോ അതും വളരെ ക്ലീൻ ആണ്, ഇതിനകത്ത് ഒബ്വിയസ് ആണെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നമ്മുടെ സോഴ്സ് പ്ലാറ്റർ എന്ന് പറയുന്നത് ഇതാണ്, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രധാനപ്പെട്ട ഇതിനകത്ത് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സയൻസ് റിപ്പോർട്ടർ നല്ലൊരു സോഴ്സ് ആണ് ആക്ച്വലി. ഇപ്പോൾ സയൻസ് റിപ്പോർട്ടർ തന്നെ ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. ഇപ്പം നമുക്ക് സയൻസ് റിപ്പോർട്ടർ എന്ന് എക്സ്ക്ലൂസീവ്ലി പഠിച്ചാലേ സിവിൽ സർവീസ് നമുക്ക് പ്രിലിംസിനുള്ള ക്വസ്റ്റ്യൻ കിട്ടുമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസും മറ്റ് സോഴ്സസും നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സിലുള്ള പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ന്യൂസ് വിച്ച് ഇസ് ഫൈൻഡിങ് ഇറ്റ്സ് പ്ലേസ് ഇൻ കറണ്ട് അഫയേഴ്സ്, അതാണ് അതിൻ്റെ പ്രധാന ആസ്പെക്റ്റ്. ന്യൂസിലുണ്ടത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നമുക്ക് ഈ സെഷൻസ് ഒക്കെ നിങ്ങൾ ഇതിൻ്റെ പ്ലെയറിനകത്ത് 1.5 അല്ലെങ്കിൽ 1.75 എന്ന് പറയുന്ന സ്പീഡിൽ ഈ വീഡിയോ കണ്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് കാരണം സമയം പെട്ടെന്ന് കാണണമെങ്കിൽ നിങ്ങൾക്ക് സ്പീഡിൽ ഓടിച്ച് ഈ വീഡിയോ കാണാവുന്നതാണ്. അതാണ് ഇതിനകത്ത് ആദ്യം പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ പല ആസ്പിരൻസും ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ആക്ച്വലി നോട്ടീസ്ഡ് ഓവർ ദി ഇയേഴ്സ്. ഒരു 5 പേർക്ക് ഒരു 50% നോക്കിയാൽ മതി. 5 on 10 ആണ് ആൾക്കാർക്ക് സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കാൻ താല്പര്യമുള്ളത്. ബാക്കി കൂടുതലും എനിക്ക് തോന്നുന്നു ആർട്സ് ബാക്ക്ഗ്രൗണ്ടും സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചോളം ഇതൊന്നും മനസ്സിലാക്കില്ല, ഈ കോൺസെപ്റ്റ് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ടോപ്പിക്കുകൾ നോക്കാറില്ല. ഇതിൽ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ചോദിച്ചിരിക്കുന്ന ഞാൻ എടുക്കുന്ന ടോപ്പിക്കുകൾ നമുക്ക് നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. കറക്റ്റ് UPSC ചോദിക്കുന്ന PYQ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന ഏരിയാസ് UPSC വളരെ ശ്രദ്ധിച്ച് ചോദിച്ച ഏരിയാസ് തന്നെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ നമുക്ക് വീൽ ആക്ച്വലി സ്റ്റാർട്ട് ദ സെഷൻ. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട 10 ടോപ്പിക്കുകളുണ്ട്. ഇറ്റ്സ് വെരി ഗുഡ് ടോപ്പിക് ലിസ്റ്റിംഗ്. എന്താണ് സോഫ്റ്റ് മാറ്റർ? അതൊരു ടൂത്ത് പേസ്റ്റിന്റെ എക്സാമ്പിളിൽ, ഷാംപൂവിന്റെ എക്സാമ്പിളിലൊക്കെ വി ഹാവ് എൻ എക്സാമ്പിൾ. അത് സോളിഡ് ആണോ അല്ല, സോളിഡും അല്ല ലിക്വിഡും അല്ല എന്ന രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന സോഫ്റ്റ് മാറ്റർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്നുള്ളത്, ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നാൽ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആയിരിക്കും ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഗ്രാവിറ്റോൺ? നമ്മൾ ഓൾറെഡി ഗ്രാവിറ്റേഷണൽ വേവ്സിനെ കുറിച്ച് ഡിറ്റക്ഷൻ നടത്തിയിട്ടുണ്ട്, ഫോട്ടോൺസ്, ഗ്ലൂവോൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രാവിറ്റി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഗ്രാവിറ്റോൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് പറയുന്നുണ്ട്, കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഗ്രാവിറ്റോൺ എന്ന് പറയുന്ന ഇഫ് അറ്റ് ഓൾ അതൊരു പാർട്ടിക്കിൾ ആണെങ്കിൽ അതെങ്ങനെ ട്രാക്ക് ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനം. സോ വാട്ട് ഇസ് എ ഗ്രാവിറ്റോൺ എന്നുള്ള കോൺസെപ്റ്റ്? ലോകത്ത് തന്നെ കെവ്ലറും അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള പലതിനെക്കാട്ടും വലിയ എക്സ്ട്രാ സ്ട്രോങ് സിൽക്കാണ് നമുക്ക് ഡാർവിൻ ബാർക്ക് സ്പൈഡർ എന്ന് കിട്ടുന്നത്. മഡഗസ്കർ എന്നുള്ള ഫൈൻഡാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ കോണ്ടെക്സ്റ്റിൽ വാട്ട് ഇസ് എ ഡ്രാഗ് ലൈൻ? സ്പൈഡർ സിൽക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് സ്പൈഡർ സിൽക്ക് എന്നൊരു സംഭവം ഉണ്ട്. അതിൽ ഡ്രാഗ് ലൈൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണ്? ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഈ അടുത്ത് മെഡിക്കൽ എമർജൻസി വന്നു. സോ യു ഷുഡ് ഹാവ് എ ബേസിക് ഐഡിയ അബൌട്ട് എന്താണ് ISS. മെഡിക്കൽ എമർജൻസി വന്നാൽ എന്താ ചെയ്യുക, അതിൻ്റെ പ്രധാനപ്പെട്ട ക്രൂ മിഷൻ ഓഫീസർ ആരാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോട് അറിഞ്ഞു വെക്കാം. ആൻഡ് വാട്ട് ഇസ് എ കാർബൺ ക്വാണ്ടം ഡോട്ട് ഓർ ഗ്രീൻ കൊറോഷൻ ഇൻഹിബിറ്റേഴ്സ്? ആപ്പിൾ ലീവ്സ് കൊണ്ടാണ് ഈ ഗ്രീൻ കൊറോഷൻ ഇൻഹിബിറ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. വാട്ട് എക്സാക്ട്ലി ഇസ് ദിസ്? അതേപോലെ തന്നെ ലക്ഷദ്വീപിൽ നിന്ന് പുതിയൊരു ക്രസ്റ്റേഷ്യൻ സ്പീഷി കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഇമ്പാക്ട് എന്താണ് എൻവയോൺമെന്റിൽ? ദേ ആർ ഓൾസോ കോൾഡ് as ബയോ ഇൻഡിക്കേറ്റേഴ്സ്. വൈ ഡു യു തിങ്ക് ദേ ആർ കോൾഡ് as ബയോ ഇൻഡിക്കേറ്റേഴ്സ്? അതേപോലെ എന്താണ് പോയിന്റ് നീമോ, ദ മോസ്റ്റ് ഐസൊലേറ്റഡ് പ്ലേസ് ഓൺ എർത്ത്? 2200 കിലോമീറ്ററോളം ഒരു സ്ഥലവുമില്ലാതെ കടലൊരു ഏരിയയാണ് ഇത്. സ്പേസ് സിമിട്രി എന്നാണ് അറിയപ്പെടുന്നത്. സ്പേസിന്റെ സെമിത്തേരി. പ്രധാനപ്പെട്ട 300ഓളം സ്പേസ് ക്രാഫ്റ്റുകളെല്ലാം ഈ കടലിലെ ഒരു പോയിന്റ് നീമോ എന്ന് പറയുന്ന സ്ഥലത്താണ് എല്ലാ വേസ്റ്റ് ഡെബ്രിയും, സ്പേസ് ക്രാഫ്റ്റിന്റെ ഡെബ്രി അത് ക്രാഷ് ചെയ്ത് വീഴുന്നത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും 2031 ഡീകമ്മീഷൻ ചെയ്ത് വരുമ്പോൾ ഈ പോയിന്റ് നീമോയിലേക്കായിരിക്കും, കടലിലേക്കായിരിക്കും അത് പോകുന്നുണ്ടാവുക. ISROയുടെ PSLV C62 മിഷൻ ഉണ്ടായിരുന്നു, ഈ അടുത്തത് ഫെയിൽ ആയിപ്പോയി. എന്താണ് PSLV? ഇത് ഫെയിൽ ആവാൻ കാരണം ഇതിന്റെ റോൾ റേറ്റിന് പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ PSLVക്ക് 4 ഫേസ് ഉണ്ട്, അതിൽ ഫേസ് 3 റോൾ റേറ്റിൽ ഒരു ഇഷ്യൂ ഉണ്ടായതാണ് ഇത് ഫെയിലിയർ ആയത്. എന്തുകൊണ്ടാണ് അപ്പോൾ ഇത് വരുന്നത്? PSLV എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ
സാറ്റലൈറ്റ് ലോഞ്ച് ഫെസിലിറ്റി കാക്കിനഡ, ആന്ധ്രാപ്രദേശിൽ ഹോപ്പ് ഐലൻഡ് ഇസ് ഓൾ ഗെറ്റിംഗ് ടു ബി ദ സ്പേസ് സിറ്റി. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഹോപ്പ് സിറ്റിയിൽ ഒരു സ്പേസ് ലോഞ്ച് വെഹിക്കിൾ, സ്പേസ് ലോഞ്ച് ഫെസിലിറ്റി ആവണം? ശ്രീഹരിക്കോട്ട പോലെ തന്നെ എന്തായിരിക്കും ഇതിന്റെ പ്രത്യേകത എന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാക്കണം. അതേപോലെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് ഇലക്ട്രിസിറ്റി കൺസംഷൻ ഉള്ളതുകൊണ്ട് ഗൂഗിളിന്റെ പ്രൊജക്ട് സൺ ക്യാച്ചർ ഒക്കെ പോലെ ഇപ്പോൾ മെയിൻ ഡേറ്റാ സെന്റർ, AIയുടെ ഡേറ്റാ സെന്റർ ഇനി സ്പേസിലേക്ക് പോവാണ്. സ്പേസിൽ നിന്നും സോളാർ പവർ ഉപയോഗിച്ച് എനർജി എടുത്തുകൊണ്ട് ഇനി പോവാം. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ പ്രധാനപ്പെട്ട ഡിസ്കഷൻ പോയിന്റ് എന്ന് പറയുന്നത്. വെരി ഗുഡ് സെറ്റ് ഓഫ് ടോപ്പിക്സ്. നമുക്ക് ഓരോന്നായിട്ട് വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. സയൻസ് അറിയില്ലെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ മാക്സിമം പറയാൻ നോക്കാം, സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് വെരി ഈസി. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക് തന്നെ സോഫ്റ്റ് മാറ്റർ, ദി അൺയൂഷ്വൽ യെറ്റ് പെർസിസ്റ്റന്റ് ഫിസിക്സ് ഇൻസൈഡ് ദ ബാത്റൂം ക്യാബിനറ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് തന്നെ, നമുക്ക് ഇതിനകത്ത് നിന്ന് പ്രധാന എക്സാമ്പിൾ പറഞ്ഞ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് വേറെ ഒന്നുമില്ല, നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഉണ്ട്. പേസ്റ്റിന്റെ ഇതിനകത്ത് വരുന്ന ഹോളൊന്ന്, പേസ്റ്റിൽ നിന്ന് വരുന്ന ഈ പേസ്റ്റ് നമ്മൾ എടുത്ത് സ്ക്വീസ് ചെയ്ത് ബ്രഷിലേക്ക് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അത് കറക്റ്റ് വരും. നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. പക്ഷെ നമ്മൾ സ്കൂൾ ബുക്കിലൊക്കെ പഠിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ സോളിഡ് ആയിരിക്കും, ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ചെയ്യും. പക്ഷെ പേസ്റ്റിന്റെ ഒരു കോമ്പോസിഷൻ കണ്ടോ? നമ്മളിത് സ്റ്റോപ്പ് ചെയ്ത് ആ പേസ്റ്റ് ഞെക്കിയിട്ട് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പേസ്റ്റിനകത്തുള്ള ലിക്വിഡ് താഴേക്ക് ഇങ്ങനെ വരത്തില്ല, അത് കറക്റ്റായിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കും. ദിസ് ഇസ് ഓൾസോ വെരി സിമിലർ ടു ഷാംപൂ. അപ്പൊ ഷാംപൂം ഇത് തന്നെയാണ് അവസ്ഥ. അത് കറക്റ്റ് എടുത്താലേ അത് വരുള്ളൂ, അത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും. അപ്പോൾ ഞെക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഫ്ലോ ചെയ്യുകയും നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് അവിടെ നിൽക്കുകയും പിന്നെയും റീബൈൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ സോഫ്റ്റ് മാറ്റർ എന്ന് പഠിക്കാൻ പോകുന്നത്. പേസ്റ്റിന്റെ അതേ കോണ്ടെക്സ്റ്റിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ്സ് എ വെരി ഗുഡ് കോൺസെപ്റ്റ്. ലെറ്റ്സ് ഗോ ഇൻ ടു ദി ആർട്ട്. എവ്രി ഡേ മിസ്റ്ററിയാണ് അത്. ടൂത്ത് ബ്രഷ് പേസ്റ്റ് ഇത് കണ്ടോ, ഇതിങ്ങനെ എടുത്താൽ ഈ ഒരു പോർഷൻ മാത്രമേ വരുള്ളൂ. ദ മൊമെന്റ് യു സ്റ്റോപ്പ് അതവിടെ നിൽക്കും. ഇത് ലിക്വിഡ് പോലെ വരിക, പക്ഷെ ഇഫ് യു സ്റ്റോപ്പ് സ്ക്വീസിങ് ഇറ്റ് സ്റ്റേസ് ഇൻ എ പ്ലേസ് ലൈക്ക് എ സോളിഡ്. സോളിഡും അല്ല ലിക്വിഡും അല്ല, രണ്ടും അല്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് സോഫ്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് പഴയ ബുക്കുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സോളിഡ് സ്റ്റേ പുട്ട്, ലിക്വിഡ്സ് ഫ്ലോ. പക്ഷേ ഇത് ടൂത്ത് പേസ്റ്റിന്റെ കാര്യത്തിൽ ഇത് വളരെ ഡിഫറെന്റ് ആണ്, ചെറിയ വ്യത്യാസമുണ്ട്. അതെന്താണെന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂത്ത് പേസ്റ്റിന്റെ അകത്തുള്ളൊരു വേൾഡ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. അതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ വലിയ ആറ്റംസും അല്ല, ബിക്കോസ് ദോസ് ആർ ടു സ്മോൾ, ആറ്റംസ് ആർ ടു സ്മോൾ. വലിയ ചങ്കും അല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അത് വലിയൊരു സ്ട്രക്ചറും അല്ല. പക്ഷേ വലിയ ആറ്റംസും അല്ല, വലിയ ചങ്ക്സും അല്ല എന്ന ടൈനി സോഫ്റ്റ് സ്ട്രക്ചർ ഉണ്ട്. മൈക്രോസ്കോപ്പിക് ക്ലസ്റ്റർ ഉള്ള, ലോങ് ബെൻഡി മോളിക്യൂൾസ് ഉള്ള, ടൈറ്റ്ലി ഹോൾഡിംഗ് ഹാൻഡ്സ്. ഇതാണ് നമ്മൾ സോഫ്റ്റ് മാറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടൂത്ത് പേസ്റ്റിനകത്ത് സോഫ്റ്റ് മാറ്റർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഒരു റെയിൽവേ സ്റ്റേഷനിലെ ക്രൗഡ് കണ്ടോ, ഭയങ്കര ക്ലോസ് ടുഗെദർ ആണ്, ലൈറ്റ് ആയിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്, എന്നാൽ നമുക്ക് മൂവ് ചെയ്യാൻ തയ്യാറുമാണ്. പേസ്റ്റ് ഞെക്കുമ്പോൾ പേസ്റ്റ് മുന്നോട്ട് വരുമല്ലോ. സോ ഇറ്റ്സ് ലൈക്ക് എ സിറ്റുവേഷൻ, ലോട്ട് ഓഫ് പീപ്പിൾ കമ്മിങ് ടുഗെദർ, ദേ വെരി ക്ലോസ്, ലൈറ്റ്ലി ടച്ചിങ് ആൻഡ് റെഡി ടു മൂവ്. ഇതൊരു എക്സാമ്പിൾ ആണ് സോഫ്റ്റ് മാറ്ററിന്റെ അകത്ത്, ടൂത്ത് പേസ്റ്റിന് അകത്തുള്ള. ഇതാണ് സോഫ്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഒരു ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഹാവ് ആൻ ഐഡിയ അബൌട്ട് ദിസ്. ആൻഡ് വെൻ യു സ്ക്വീസ് ടൂത്ത് പേസ്റ്റ്, internal structures break apart, pathways open, things start sliding, toothpaste flow. അതാണ് ഓൾറെഡി ഉള്ള ഒരു എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ബ്രേക്കായി അത് പതുക്കെ ഫ്ലോ ചെയ്ത് തുടങ്ങും. പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് അവിടെ നിൽക്കും. തിരിച്ച് പിന്നെയും ആ പ്രോസസ്സ് അവർ റീബൈൻഡ് ചെയ്തെടുക്കുന്ന ഒരു ലെവലിലേക്ക് വരുന്നുണ്ട്. സോ ഐഡന്റിഫൈ ദിസ്, ദ സ്ട്രക്ചേഴ്സ് റീബിൽഡ്, കണക്ഷൻസ് റീഫോം, മൂവ്മെന്റ് സ്റ്റോപ്സ്, ടൂത്ത് പേസ്റ്റ് ബിഹേവ്സ് ലൈക്ക് എ സോളിഡ്. ഇതാണ് സോഫ്റ്റ് മാറ്ററിന്റെ. ഇതിന്റെ അതേ എക്സാമ്പിൾ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഷാംപൂ. നോർമലായിട്ടിരിക്കുന്ന സമയത്ത് ദേ ആർ ടാങ്കിൾഡ്, ദേ ആർ നോട്ടഡ്, മൂവ്മെന്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഷാംപൂ വളരെ തിക്കാണ്. പക്ഷെ ബോട്ടിൽ ഒന്ന് ഷേക്ക് ചെയ്യോ അല്ലെങ്കിൽ നമ്മളത് ഷാംപൂ പ്രസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗെറ്റ് അൺടാങ്കിൾ, ദേ സ്ലൈഡ് ഈസിലി. ആദ്യം നല്ല ടാങ്കിൾ സോളിഡിലാണ്, പക്ഷെ ഞെക്കി കഴിഞ്ഞാൽ അത് ഉടനെ വരും. മോളിക്യൂൾ സ്ലോലി, നമ്മളത് നിർത്തിക്കഴിഞ്ഞാൽ, ഞെക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ദ മോളിക്യൂൾസ് കേൾ ബാക്ക്, ടാങ്കിൾസ് റിട്ടേൺ, തിക്നെസ് കം ബാക്ക്. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആസ്പെക്ട് എന്ന് പറയുന്നത്. സോ സോഫ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇത് മാറ്റാൻ പറ്റും. A class of materials easily deformed by forces such as touch, heat, gravity.
ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ്സ്. ഇത് സോളിഡിന്റെയും ലിക്വിഡിന്റെയും ഇടയ്ക്കിരിക്കുന്നുണ്ട് തന്നെ രണ്ടിന്റെയും ഒരു കണ്ടീഷൻസ് പലപ്പോഴും കാണിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ദേ ആർ ഗവേൺ ബൈ വീക്ക് ഇന്ററാക്ഷൻസ്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട സംഭവം. വീക്ക് ഇന്ററാക്ഷൻസ് ആണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇതാണ് അതിന്റെ ഇന്ററാക്ഷൻ എന്ന് വിചാരിക്കുക. അതുകൊണ്ട് തന്നെ ചെറിയൊരു എമൗണ്ട് ഓഫ് സ്ട്രെസ് കൊടുത്താൽ മതി. എന്നൊന്ന് നെക്കോ എടുക്കോ ഷേക്കിയോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ സിസ്റ്റം മൊത്തം കൊലാപ്സ് ആവും. അതാണ് വീക്ക് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. സോ സോഫ്റ്റ് എന്ന് വിളിക്കാൻ കാരണം തന്നെ the energy required to change their shape is very very small. സാധാരണ ഒരു മെറ്റലിനെ ഒരു ക്രിസ്റ്റലിനെ ഒക്കെ അതിന്റെ സ്ട്രക്ചർ ഇപ്പോൾ ഓൾറെഡി ഇതാണ് സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കുക. വലിയ കെമിസ്ട്രി ഒന്നും അറിയില്ലെങ്കിലും സാധാ ആർട്സുകാരാണെങ്കിലും ഇത് വെറുതെ ഒരു സ്ട്രക്ചറാണ്. ഇതിനെ ഡിഫോം ചെയ്യാൻ, ഇതിനെ മൊത്തം കോമ്പോസിഷൻ മാറ്റാൻ ഒരു എനർജി വേണം. അതിനെക്കാട്ടൊക്കെ കുറച്ച് എനർജി മതി ഇതിന്റെ ഷേപ്പ് മാറ്റാൻ. ഇപ്പൊ ജെല്ലി കണ്ടോ, ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് അപ്പം തന്നെ പോകും. പക്ഷെ സ്റ്റീൽ അങ്ങനെ നമ്മൾ ഷേക്ക് ചെയ്താലൊന്നും സംഭവിക്കില്ല. ബിക്കോസ് ഇറ്റ്സ് വെരി ഹാർഡ്, ഇറ്റ് കനോട്ട് ബി ഡിഫോംഡ്. അപ്പൊ സോഫ്റ്റ് മാറ്റർ എന്ന് പറയുന്നത് ഈസിലി ഡിഫോംഡ് ആണ്. ലാർജ് ഷേപ്പ് കൊണ്ടുവരാൻ പറ്റും. ഫോം, റബ്ബർ, ജെൽ, ടൂത്ത് പേസ്റ്റ്. നമ്മൾ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇത് ഒരുപാട് എക്സാമ്പിൾസിൽ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് പോളിമേഴ്സിൽ നമുക്ക് സോഫ്റ്റ് മാറ്റേഴ്സ് കൊണ്ടുവരാൻ പറ്റും. പ്ലാസ്റ്റിക്, റബ്ബർ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് പ്രിലിംസിന് ചോദിക്കുമ്പോൾ പോളിമേഴ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഫ്ലെക്സിബിൾ ആണ്. റബ്ബർ, നൈലോണിലൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കൊളോയിഡ്സ് ആർ ടൈനി പാർട്ടിക്കിൾസ് ദാറ്റ് ഇസ് സസ്പെൻഡഡ് ഇൻ അനദർ സബ്ജക്ട്സ്. ഇപ്പൊ മിൽക്ക്, ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ് ഇൻ വാട്ടർ, പെയിന്റ്, ഇങ്ക്, ഫോഗ് ആൻഡ് സ്മോഗ്, ഇതെല്ലാം കൊളോയിഡ് എന്ന് പറയുന്നത് തന്നെ ഇതും വീക്ക് ഇന്ററാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതും നേരത്തെ പറഞ്ഞ സോഫ്റ്റ് മാറ്റർ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. ജെൽസ്, ജെല്ലി, അഗാർ ഈസിലി നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഫോംസ്, സോപ്പ് ഫോം, ഷേവിംഗ് ക്രീം, ബ്രെഡ്, ഇതൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ലിക്വിഡ് ക്രിസ്റ്റൽസ് പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മൾ LCD സ്ക്രീൻ, തെർമോമീറ്റേഴ്സ്, ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇതും ലിക്വിഡ് ക്രിസ്റ്റൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും നമുക്ക് സോഫ്റ്റ് മാറ്റർ. നമ്മുടെ ശരീരത്തിലുള്ള പ്രധാനപ്പെട്ട ഇതും പ്രിലിംസിനൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാവുന്നതാണ്. ലിവിങ് സിസ്റ്റത്തിലും സോഫ്റ്റ് മാറ്റർ ഉണ്ട്. നമ്മുടെ സെൽ, ബ്ലഡ്, സ്കിൻ, ടിഷ്യൂ, ഇതിനും സോഫ്റ്റ് മാറ്ററിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ഇതാണ് സോഫ്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള. ഇനി പ്രധാനമായിട്ടും ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട വാട്ട് ഇസ് റിയോളജി. Maybe if you get a statement in prelims examination, what is the concept of rheology? It's a branch of physics. How materials flow, how they deform, toothpaste flow, ketchup പതുക്കെയാണ് വരുന്നത്. നമ്മൾ സാധാരണ വിസ്കോസിറ്റി, ഹണി പതുക്കെയല്ലേ വരിക എന്ന് പറയുന്ന പോലെ റിയോളജി സ്റ്റഡീസ് ഹൗ മെറ്റീരിയൽസ് ഫ്ലോ, ഹൗ ദേ ഗെറ്റ് ഡിഫോംഡ്. ഇത്രയാണ് പ്രധാനപ്പെട്ട സോഫ്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ ഭയങ്കരമായ ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷനെക്കാട്ടും കൂടുതൽ ഐ പ്രിഫർ എ വെരി പെഡസ്റ്റൽ ലെവൽ ഓഫ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നോട്ട് എവ്രിബഡി വാച്ചിങ് ദിസ് ക്ലാസ് ഇസ് എ സയൻസ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻറ്. ആൻഡ് അതുകൊണ്ട് നമ്മൾ ഈ ടോപ്പിക്കുകളൊക്കെ വന്നാൽ പൊതുവെ ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും പ്രിലിംസ് ചെയ്യുമ്പോൾ സയൻസ് ഉണ്ടെക്കുന്ന ഒരു 11 ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ട്രസ്റ്റ് മീ ഈ 11 ക്വസ്റ്റൻ അവർ ചെയ്യില്ല. ഇതിനകത്തുനിന്ന് 2 എല്ലാം അറ്റംപ്റ്റ് ചെയ്യും. ആ 2 അവർക്ക് തെറ്റുകയും ചെയ്യും. കാരണം അവർക്ക് ഉറപ്പില്ല.